നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏവരും ഉറ്റുനോക്കുന്നത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും LDFിൻ്റെ പ്രകടനമെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പായി തന്നെയാണ് ഇത്തവണത്തേതിനെ LDF നോക്കിക്കാണുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കനൽ അത് കെടുമോ, കൂടുതൽ മേഖലകളിലേക്ക് കനൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് LDFിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ബലപരീക്ഷണമെന്ന് പറയുന്നത്. ഒന്നുകിൽ ഇല്ലാതാകും, അല്ലെങ്കിൽ ലഭിക്കുക തന്നെ ചെയ്യും. അത് നേട്ടമായിരിക്കും. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച ആരിഫ് മാത്രമാണ് LDFിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന് ഏറ്റവും വലിയ ഘടകമായി മാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ആലപ്പുഴയിൽ ആരിഫ് തോൽക്കുമെന്ന രീതിയിലുള്ള പ്രവചന എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ KC വേണുഗോപാലിനോടായിരിക്കും അദ്ദേഹം പരാജയപ്പെടുക എന്നും അവിടെ LDFിന്റെ വോട്ട് വിഹിതത്തിൽ പോലും വലിയൊരു ഇടിവുണ്ടാകുമെന്നും തന്നെയാണ് പൊതുവെ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ പ്രവചന ഫലങ്ങളിലൂടെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ മൊത്തം കേരളത്തിൽ എത്ര സീറ്റുകൾ വരെ LDFിന് ലഭിക്കും? 2 മുതൽ 4 സീറ്റുകൾ വരെ LDFിന് ലഭിക്കാമെന്നുള്ള പ്രവചന ഫലങ്ങൾ ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. ചില എക്സിറ്റ് പോളുകളിൽ LDFിന് സീറ്റേ പറയുന്നില്ല എന്നുള്ളതും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ വിജയസാധ്യത കൽപ്പിക്കുന്ന, പ്രത്യേകിച്ചും ഇടതുപക്ഷം വലിയ സാധ്യത കൽപ്പിക്കുന്ന 2 മണ്ഡലമാണ് വടകരയും പാലക്കാടും. ഇതുകൂടാതെ അപ്രതീക്ഷിത സീറ്റുകളുമായി CPI കൂടി സ്കോർ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അത് മറ്റെങ്ങുമല്ല, തൃശ്ശൂരും മാവേലിക്കരയും തന്നെയാണ്. തൃശ്ശൂരിൽ ത്രികോണ മത്സരമാണെങ്കിൽ പോലും സുനിൽകുമാറിൻ്റെ ജനകീയ മുഖവും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയും ഇതിനു മുൻപുള്ള പ്രവർത്തന പരിചയവും ഒക്കെ തന്നെ തുണയ്ക്കുമെന്നാണ് ഏവരും കരുതുന്നത്. മുരളീധരനും സുരേഷ് ഗോപിയും ഇഞ്ചോടിഞ്ച് പോരാടുമ്പോൾ അതിൽ ചെറിയൊരു മേൽക്കൈയെങ്കിലും സുനിൽകുമാറിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മാവേലിക്കരയിലാകട്ടെ, കാലാകാലങ്ങളായി കണ്ടുപടുത്ത MP മാറ്റണമെന്നൊരു ചിന്ത അത് പ്രവർത്തകരിലുടനീളം, നാട്ടുകാരിലുടനീളം ഉണ്ടാക്കിയെടുക്കാനായി LDFിന് സാധിച്ചുവെങ്കിൽ അവിടെ മാവേലിക്കരയിൽ അരുൺകുമാർ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നിരുന്നാലും വളരെ ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും മാവേലിക്കരയിലും സംഭവിക്കുക. ഇനി കണ്ണൂരും ആലത്തൂരും ഫോട്ടോ ഫിനിഷ് മത്സരം തന്നെ ആയിരിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇരു മുന്നണികൾക്കും ഒരുപോലെ തന്നെ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഒരു മത്സരം തന്നെയായിരിക്കും അവിടെയും സംഭവിക്കുക. 2019 ഒറ്റ സീറ്റിൽ മാത്രമായിരുന്നു ഇടതുപക്ഷം വിജയിച്ച് കയറിയതെങ്കിൽ ഇത്തവണ ഒന്നുമില്ലെങ്കിൽ ആ ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടും. അതല്ലെങ്കിൽ 4 സീറ്റുകളോളം ലഭിക്കുമെന്ന വിജയപ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. 2019 മുഖം രക്ഷിച്ച ആലപ്പുഴ ഇത്തവണ കൈവിട്ടു പോകുമെന്ന സൂചനകൾ സർവേ ഫലങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ പെട്ടി പൊട്ടുമ്പോൾ എന്താകും യാഥാർത്ഥ്യമെന്നുള്ളത് കണ്ടറിയാമെന്ന് തന്നെയാണ് LDFും പറയുന്നത്. എക്സിറ്റ് പോളിനെ പാടെ തള്ളുകയാണ് LDF നേതൃത്വം. കോൺഗ്രസിന്റെ സിറ്റിംഗ് MP ആയ രമ്യ ഹരിദാസ് ആലത്തൂരിൽ. രമ്യയെ നേരിടാനായി മന്ത്രി K രാധാകൃഷ്ണൻ. പാട്ടും പാടി ജയിക്കുമെന്ന് രമ്യ ഹരിദാസ് പറയുമ്പോൾ അതിനെ ചെറുത്തൊന്നും തോൽപ്പിക്കാൻ തന്നെയാണ് മന്ത്രിയും ശ്രമിക്കുന്നത്. ഒരു വലിയ ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് തന്നെയാണ് ആലത്തൂരും കടക്കുന്നത്. അവിടെ വിജയപ്രതീക്ഷ ആർക്ക് എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ UDFന് 10% വോട്ട് വിഹിതം കുറയുമെന്നുള്ള പ്രതീക്ഷയാണ് അവിടെയുള്ളത്. മറുഭാഗത്ത് LDFിന്റെ വോട്ട് വിഹിതം 4% കൂട്ടാനും സാധിക്കും. ഇനി മൊത്തത്തിൽ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ 20 മണ്ഡലങ്ങളിൽ ആറ്റിങ്ങൽ, മാവേലിക്കര, ആലപ്പുഴ, തൃശൂർ, ആലത്തൂർ, പാലക്കാട്, വടകര, കണ്ണൂർ സീറ്റുകൾ LDF കണ്ടുവച്ചിരിക്കുന്നു. ഏറ്റവും അധികം വിജയപ്രതീക്ഷ നൽകുന്ന സീറ്റുകൾ കൂടിയാണ്. അവിടെ എന്തും സംഭവിക്കാമെന്ന രീതിയിൽ തന്നെയാണ് മത്സരം മുന്നോട്ട് പോകുന്നത്. ആറ്റിങ്ങലും ഏറ്റവും അധികം വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. എന്നിരുന്നാലും ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്, അടൂർ പ്രകാശ്. അതുകൊണ്ട് തന്നെ പരാജയം ഇതുവരെ അറിയാത്ത അടൂർ പ്രകാശിന് മുന്നിൽ വി ജോയ് പരാജയപ്പെടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാവേലിക്കരയുടെ കാര്യം ചർച്ച ചെയ്തതാണ്, ആലപ്പുഴയും പറഞ്ഞതാണ്. തൃശ്ശൂരിലും സംഭവിക്കുന്നത് എന്തെന്നുള്ളത് മനസ്സിലാക്കാം, നാളെ തന്നെ തിരിച്ചറിയാം. ആലത്തൂരിലും സമാനമായൊരു മത്സരം. ഇനി പാലക്കാട് എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ LDFന് യാതൊരുവിധ സംശയവുമില്ല. തങ്ങളുടെ വിജയരാഘവൻ മത്സരിച്ച് കയറുമെന്നും വിജയം ഉറപ്പാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. വടകരയിൽ ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന രീതിയിൽ തന്നെയാണ് KK ശൈലജ ടീച്ചറും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും. അതിലും വിജയപ്രതീക്ഷ LDF വെച്ച് പുലർത്തുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ വിജയപ്രതീക്ഷയുണ്ടായി. കണ്ണൂരിലും സമാനമായ രീതിയിൽ തന്നെയാണ് മത്സരം കടുക്കുന്നത്. സിറ്റിംഗ് MP ആയ K മുരളീധരനെ മാറ്റി വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റിയപ്പോൾ പകരം പാലക്കാട് MLA ആയ ഷാഫി പറമ്പിലിനെയാണ്
അവിടെ സ്ഥാനാർത്ഥിയാക്കി എത്തിച്ചത്. അങ്ങനെ വടകര മണ്ഡലം ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി, ഒപ്പം തന്നെ വിവാദങ്ങളുടെ മണ്ഡലമായും വടകര മാറി. ഇതുവരെ കേരള രാഷ്ട്രീയം കാണാത്ത തരത്തിലുള്ള വിവാദ സംഭവങ്ങൾ തന്നെയാണ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടത്. കടത്തനാടൻ മണ്ണിൽ പൊള്ളുന്ന വെയിലിനിടയിൽ വൻ ജനാവലിയെ അണിനിരത്തി തന്നെയാണ് പൊടി പാറിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി എത്തിച്ചേർന്നത്. കണ്ണീരും കനവും ഒക്കെ തന്നെ അവിടെ ഏവരും കണ്ടതായിരുന്നു. അന്നുണ്ടാക്കിയ ആ ഒരു ഓളം അത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളവും ഏറ്റവും ഒടുവിൽ വരെയും അദ്ദേഹം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ശുഭപ്രതീക്ഷ നൽകുന്നത്. കെ ശൈലജ ടീച്ചറെ സംബന്ധിച്ച് അന്നുണ്ടായിരുന്ന പാനൂരിലെ സ്ഫോടനവും പിന്നീടുണ്ടായിരുന്ന അശ്ലീല ചിത്ര വിവാദവും ഒക്കെ തന്നെ ഏറ്റവും അവസാനം വരെ തിരിച്ചടിയായി മാറിയോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ അവശേഷിക്കുന്നത്. CPM ശൈലജ ടീച്ചർ അവിടെ നിർത്തിയതോടെ ഉറപ്പായും സീറ്റ് പിടിച്ചെടുക്കാമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ശക്തരായ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ തന്നെയാണ് വടകരയിലേക്ക് എക്കാലവും LDF തീരുമാനിക്കാറുള്ളത്. അങ്ങനെ തന്നെയാണ് ഇത്തവണ കെ ശൈലജ ടീച്ചറെ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. CPMലെ ഏറ്റവും ജനസമ്മതിയുള്ള ഒരു നേതാവ് തന്നെയാണ് ശൈലജ ടീച്ചർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നേരിടാൻ അതുപോലെ തന്നെ ജനസമ്മതിയും അതിനേക്കാൾ കൂടുതലായി അതിലുപരിയായി ഒരു സ്വീകാര്യതയുമുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ ഉണ്ടാകേണ്ടത് എന്നുള്ള തീരുമാനം കോൺഗ്രസും കൈക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ശൈലജയെ തറപറ്റിക്കാൻ ഷാഫിയെ കൊണ്ടാകുമോ എന്നൊരു ചോദ്യം അവിടെ ഉയർന്നത്. ഒപ്പം തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസും RMPയുടെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും സ്വാധീനവും ഒക്കെ ഷാഫി പറമ്പിൽ ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിലായിരിക്കും അവിടെ ആരായിരുന്നാലും വിജയമുണ്ടാവുക. 1 മുതൽ 2% വരെ ഭൂരിപക്ഷ വോട്ടുകൾ തന്നെ ആയിരിക്കും LDF ആയിരുന്നാലും UDF ആയിരുന്നാലും ലഭിക്കാൻ പോകുന്നതെന്നാണ് കണക്ക് കൂട്ടുന്നത്. 2019 വീറൊറ്റ പോരാട്ടം നടന്നത് ഇത്തവണ പാലക്കാട് തന്നെയാണ്. നേരിയ മാർജിനിൽ തന്നെ ആയിരിക്കും ഇവിടെയും LDF മുന്നേറ്റം കുറിക്കാൻ പോകുന്നതെന്നാണ് പ്രവചന ഫലങ്ങൾ. സിറ്റിംഗ് MP ആയ VK ശ്രീകണ്ഠൻ അദ്ദേഹത്തെ തറപറ്റിച്ച് തന്നെ CPM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള വിജയരാഘവൻ കടന്നു വരുമെന്നും വിജയക്കൊടി വെന്നിക്കൊടി പാറിക്കുമെന്നും തന്നെയാണ് പ്രവചനം. LDFന്റെ വോട്ട് വിഹിതം വർദ്ധിച്ച് UDFനും അതുപോലെ തന്നെ BJPക്കും നേരിയ തോതിൽ വോട്ട് ഇടിവ് സംഭവിച്ചുമാണ് ഇങ്ങനെ ഒരു പ്രക്രിയ നടക്കുക എന്നാണ് പ്രവചനഫലം. 3 മുന്നണികളും ശക്തമായ രീതിയിൽ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മണ്ഡലം തന്നെയാണ് പ്രത്യേകിച്ചും പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. BJPയെ സംബന്ധിച്ചും ഏറ്റവും അധികം കണ്ണുവച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ്, അണ്ടർ റേറ്റഡ് മണ്ഡലം തന്നെയാണ് പാലക്കാട് എന്ന് പറയുന്നത്. NDAക്ക് 2019 വോട്ടിൽ നിന്നും വലിയൊരു ചോർച്ച സംഭവിച്ചാൽ 20% വോട്ടുകൾ അവർക്ക് നേരത്തെ നേടാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചോർച്ച സംഭവിച്ചാൽ അത് അനുകൂലമായി മാറുന്നത് കോൺഗ്രസിനാകുമോ എന്നൊരു ചോദ്യമാണ് അവിടെ അവശേഷിക്കുന്നത്. ഇനി കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ KPCC അധ്യക്ഷനും സിറ്റിംഗ് MPയുമായ K സുധാകരന്റെ വാശിയേറിയ മത്സരം, അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന പേര് ഇത് തന്നെയാണ് കണ്ണൂരിനെ പിടിച്ചു നിൽത്തുന്നത്. അതുപോലെ തന്നെ എതിരാളിയായി മത്സരിക്കുന്നതാകട്ടെ CPMന്റെ പ്രബലനായ സംസ്ഥാന സമിതി അംഗവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ MV ജയരാജൻ. ജയരാജന്മാർ മുഴുവൻ കേരള രാഷ്ട്രീയത്തിൽ LDFനെ സംബന്ധിച്ച് CPMനെ സംബന്ധിച്ച് ശക്തരായ നേതാക്കൾ തന്നെയാണ്. അങ്ങനെ MV ജയരാജൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തന്നെ മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി KPCCയെ വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി അവിടെ പൂര് ഘടിപ്പിച്ചിറങ്ങിയിരിക്കുന്നത്. വലിയൊരു വോട്ട് ചോർച്ച UDFന് സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 8% വോട്ട് ചിലപ്പോൾ കുറഞ്ഞിരിക്കാം. മറുഭാഗത്ത് LDFന് 2% വോട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള ഒരു മത്സരത്തിലേക്ക് വഴിതെളിക്കും. ഫോട്ടോ ഫിനിഷിലൂടെ തന്നെയായിരിക്കും അവിടെ ഒരു നേട്ടം, ഒരു വിജയം അത് ആർക്കെങ്കിലും സംഭവിക്കുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇരു നേതാക്കളും വാശിയോടുകൂടി വളരെ മിന്നുന്ന പ്രകടനം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രവചനാതീതമായ ഒരു മത്സരമായി അതും മാറുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.